ഭരണപക്ഷ MLA-മാർ തമ്മിൽ പരസ്യമായി ഉടക്കിയിരിക്കുന്നു. മണ്ഡലാതിർത്തികളിലെ സന്ദർശനങ്ങളെ ചൊല്ലി ഭരണപക്ഷ MLA-മാർ തമ്മിൽ പരസ്യമായി ഉടക്കിയത് ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ജി സുധാകരനും റജി ചെറിയാനും പോരിനിറങ്ങിയിരിക്കുകയാണോ? കടുപ്പിച്ച് ജി സുധാകരൻ. അറിയിപ്പില്ലാതെ തൻ്റെ മണ്ഡലത്തിൽ വന്നതെന്തിന്? കുട്ടനാട് MLA റജി ചെറിയാന് രൂക്ഷ വിമർശനം. ബാറിൻ്റെ പേരിലും പരിഹാസം. തൻ്റെ മണ്ഡലത്തിൽ മുൻകൂട്ടി അറിയിക്കാതെ സന്ദർശനം നടത്തിയ കുട്ടനാട് MLA റജി ചെറിയാനെ പൊതുവേദിയിൽ രൂക്ഷമായി വിമർശിച്ച് അമ്പലപ്പുഴ MLA ജി സുധാകരൻ. അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന തോട്ടപ്പള്ളി സ്പിൽവേയിലാണ് കുട്ടനാട്ടിലെ UDF MLA ആയ റജി ചെറിയാൻ അറിയിക്കാതെ സന്ദർശനം നടത്തിയത്. ഇതേക്കുറിച്ച് നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റജി ചെറിയാൻ ശിക്ഷിക്കപ്പെടുമെന്നും ആദ്യമായി MLA ആയ ഒരാൾ മറ്റൊരു MLA-ക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. റജി ചെറിയാന്റെ ഉടമസ്ഥതയിലുള്ള ബാർ ഹോട്ടലിനെ പരാമർശിച്ചും സുധാകരൻ കടുത്ത പരിഹാസം ഉന്നയിച്ചു. താൻ അവിടെ വെള്ളമടിക്കാൻ പോകാത്തതുകൊണ്ട് തന്നോട് സ്നേഹം കാണില്ലെന്നും അവിടെ സ്ഥിരമായി വെള്ളമടിക്കാൻ പോകുന്ന നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല അതിർത്തികളിലെ സന്ദർശനങ്ങളെ ചൊല്ലി ഭരണപക്ഷ MLA-മാർ തമ്മിൽ പരസ്യമായി ഉടക്കിയത് ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇപ്പോഴും CPM-ലാണെന്ന് സുധാകരൻ കരുതുന്നു. MLA-മാരുടെ രാജാവാകരുതെന്ന് റജി ചെറിയാൻ. അമ്പലപ്പുഴ മണ്ഡലം സന്ദർശിച്ചതിന് ജി സുധാകരൻ നടത്തിയ വിമർശനത്തിന് മറുപടിയുമായി കുട്ടനാട് MLA റജി ചെറിയാൻ. സുധാകരൻ ഇപ്പോഴും CPM-ലാണെന്നാണ് കരുതുന്നതെന്നും MLA-മാരുടെ രാജാവാകാൻ നോക്കരുതെന്നും റജി ചെറിയാൻ പറഞ്ഞു. ജി സുധാകരൻ ഇപ്പോഴും CPM ആണെന്നാണ് കരുതുന്നത്. ഈ പറഞ്ഞ മഹാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും അവിടെ നിന്നും മണ്ണ് കൊണ്ടുപോയിട്ടുണ്ട്. അക്കാലത്തൊന്നും സമയബന്ധിതമായി അവിടെ പൊഴി മുറിച്ചിട്ടില്ല. കുട്ടനാട്ടിലെ പാവങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് കണ്ടു കഴിയുമ്പോൾ അടിയന്തരമായി കോടികൾ മുടക്കി അവിടെ നിന്നും മണ്ണ് മാറ്റാൻ തുടങ്ങും. ആ മണ്ണ് കൊണ്ടുപോയത് അടൂരേക്കാണോ മറ്റെവിടേക്കെങ്കിലുമാണോ എന്നറിയുന്നത് അന്ന് ഭരിച്ചവർക്കാണ്. റജി ചെറിയാൻ പോയത് മണ്ണ് വാരിക്കൊണ്ട് പോകാനല്ല, തോട്ടപ്പള്ളി പൊഴി തുറന്നു കിടക്കുകയാണോ എന്നറിയാനാണ് പോയത്. കുട്ടനാട് MLA ആയ തൻ്റെ ഉത്തരവാദിത്വമാണിത്. അതിന് ആലപ്പുഴ ജില്ലയിലെ ഏത് എഞ്ചിനീയറെ വിളിക്കാനുള്ള അവകാശം കുട്ടനാട് MLA-ക്കുണ്ട്. എഞ്ചിനീയറെ വിളിച്ചുകൊണ്ടാണ് പൊഴിയിൽ പോയത്. ബാക്കി നിയമപരമായ നടപടികളെടുക്കാൻ അമ്പലപ്പുഴ MLA-യെ അറിയിച്ച് എല്ലാവരെയും വിളിപ്പിച്ച് യോഗം ചേരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ നിയമം വിട്ടോ മറ്റൊരു MLA-യുടെ അധികാര പരിധിയിൽ കടന്നോ ഒന്നും ചെയ്തിട്ടില്ല. വ്യക്തിഹത്യ നോക്കിയും കണ്ടും ചെയ്യുന്നതാണ് നല്ലത്. UDF ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാരുടെ രാജാവാകാൻ ശ്രമിക്കരുത്. അതിന് സമ്മതിക്കുകയും നിന്നു കൊടുക്കുകയുമില്ലെന്നും റജി ചെറിയാൻ പറഞ്ഞു.